വെൽക്കം. ഇത് ചാനൽ വിശാഖ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടി വി എസ് റോണിൻ ബൈക്കിന്റെ മൈലേജിനെ കുറിച്ചാണ്. അപ്പോൾ പല സ്ഥലങ്ങളിൽ ഇപ്പോൾ ഞങ്ങളുടെ ഇപ്പോൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ഗ്രൂപ്പിലും മറ്റുള്ള ചില യൂട്യൂബേഴ്സ് ടി വി എസ് റോണിൻ ഓൺ ചെയ്യുന്ന ഓണർഷിപ്പിലുള്ള യൂട്യൂബ് വീഡിയോസും ബാക്കിയുള്ള കമന്റുകളും കണ്ടിട്ടുണ്ട്. കുറെ ആൾക്കാർക്ക് മൈലേജ് 52, 53 ഒക്കെ കിട്ടുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ 45, 46 ഇടയിൽ കിട്ടുന്നവരുണ്ട്. അതുപോലെ 38-നും 42-നും ഇടയിൽ മൈലേജ് കിട്ടുന്നവരും ഉണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് വെച്ചാൽ എനിക്കിപ്പോൾ എത്ര മൈലേജ് കിട്ടുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഏകദേശം കിട്ടുന്ന ഇപ്പോഴത്തെ 5ാമത്തെ സർവീസും കൂടെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് കിട്ടുന്ന മൈലേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 51, 52 കിലോമീറ്റർ പെർ ലിറ്റർ ആണ്. അത് എങ്ങനെ കിട്ടുന്നു എന്ന് ചോദിച്ചാൽ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഉള്ളത്. അപ്പൊ നിങ്ങൾ പുതിയതായിട്ട് ഒരു ടി വി എസ് റോണിന്റെ ബൈക്ക് എടുക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബൈക്ക് എടുക്കുന്ന ഒരാളാണ്, നിങ്ങൾക്ക് മൈലേജ് അത്രയ്ക്ക് അത്യാവശ്യമുള്ള ഒരാളാണെങ്കിൽ കൂടി നിങ്ങൾ ഈ വീഡിയോ കാണുക. അതിനകത്ത് കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. അപ്പൊ ഞങ്ങൾ വണ്ടി മേടിക്കുന്ന സമയത്ത് ഞങ്ങളുടെ അടുത്ത് കഴക്കൂട്ടത്തെ സർവീസ് മാനേജർ ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് ആദ്യം കീ ഇട്ട് ഓൺ ആക്കുന്ന സമയത്ത് കൺസോൾ എന്തായാലും എല്ലാ സെൻസർ ചെക്കും കാര്യങ്ങളും ഒക്കെ നടത്തി സ്പീഡോമീറ്റർ 0 കാണിക്കുന്ന സമയത്ത് മാത്രം എൻജിൻ ഇമ്മൊബിലൈസ് ചെയ്തിട്ടുള്ള റെഡ് സ്വിച്ച് ഉണ്ടല്ലോ, എൻജിൻ കില്ലിംഗ് സ്വിച്ച്, ആ ഇമ്മൊബിലൈസർ എൻജിൻ ഓൺ ആക്കുക. എന്നിട്ട് ഒരു 5 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. ഇത് പമ്പും ബാക്കിയുള്ള മെഷീനറിയും കൂടി ആക്ടിവേറ്റ് ആവാനുള്ള, ചില സമയത്ത് നമ്മൾ ഓൺ ചെയ്യുമ്പോൾ നമുക്ക് പമ്പ് ആക്ടിവേറ്റ് ആവുന്ന അല്ലെങ്കിൽ പമ്പ് വെറി ചെയ്യുന്ന ഒരു സൗണ്ട് കേൾക്കാം, ചില സമയത്ത് കേൾക്കില്ല. പക്ഷെ 5 സെക്കൻഡ് എങ്കിലും ഗ്യാപ്പ് കൊടുക്കുക. 3 സെക്കൻഡ് കൊണ്ട് ആക്ടിവേറ്റ് ആവും, ബട്ട് 5 സെക്കൻഡ് ഒരു സേഫർ സൈഡിൽ നമുക്ക് വെക്കാം. അതിനുശേഷം നിങ്ങൾ വണ്ടി ഇഗ്നിഷൻ കൊടുത്തതിന് ശേഷം RPM ഏകദേശം, നല്ല തണുപ്പുള്ളൊരു മഴക്കാലത്തൊക്കെയാണ് നിങ്ങൾ രാവിലെ വണ്ടി ഓൺ ചെയ്യുന്നതെങ്കിൽ അത് 4000, 4000-ന് മുകളിൽ ചിലപ്പോൾ RPM ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടെമ്പറേച്ചർ മുകളിലോട്ട് പോകും. എന്നിട്ട് ടി വി എസ് റോണിന്റെ മാനുവലിൽ പറഞ്ഞേക്കുന്ന പോലെ നിങ്ങളുടെ ബൈക്കിന്റെ, അതായത് ടി വി എസ് റോണിന്റെ ഐഡലിംഗ് RPM എന്ന് വെച്ച് കഴിഞ്ഞാൽ 1300 RPM ആണ്. അപ്പൊ ഏകദേശം 1300 RPM എത്തി വണ്ടി എൻജിൻ ഐഡിൽ മോഡിൽ ആയതിനു ശേഷം മാത്രം ഗിയർ ഇട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ ചെയ്യാത്ത പക്ഷെ എന്താ സംഭവിക്കുക എന്നുള്ളത് ഞാൻ ടെസ്റ്റ് ചെയ്ത് സെൽഫായിട്ട് ഞാൻ നോക്കിയതാണ്. എന്തോ പറ്റുന്ന വെച്ചാൽ 1300-ന് മുന്നേ 2000 ഒക്കെ 4000-നൊക്കെ ഇറങ്ങി 2000 എത്തിയിട്ട് ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വെച്ചാൽ പിന്നെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഗിയറിൽ നിന്ന് നല്ല കട്ട് എന്നുള്ള സൗണ്ട് വരുന്നുണ്ട്. ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നല്ല സ്മൂത്ത് അല്ലെന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യും. അതേസമയം 1300 ആയതിനു ശേഷം വണ്ടി എടുക്കുന്ന ഒരു സിറ്റുവേഷനിൽ നല്ല സ്മൂത്തറായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൗണ്ട് ഒന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ സ്മൂത്തായിട്ട് ഗിയർ ഷിഫ്റ്റ് ആവുന്നുണ്ട്. അപ്പം ഈ 2 കാര്യങ്ങൾ ഞാൻ പലവട്ടം ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ഒരു തവണ അബദ്ധത്തിൽ വന്നതാണോ അല്ലയോ എന്നൊന്നും അറിയാതെ വീണ്ടും ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പലതവണയും ഇതേ കാര്യങ്ങൾ തന്നെയാണ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. കീ ഓൺ ആക്കുന്ന സമയത്ത്, എൻജിൻ മൊബിലൈസ് ആക്കുന്ന സമയത്ത്, ഇഗ്നിഷൻ കൊടുക്കുന്ന സമയത്ത് ഇതെല്ലാം ശ്രദ്ധിക്കുക. രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ സർവീസിനുള്ളിൽ നിങ്ങൾ വണ്ടി 45-നും 50-നും ഇടയ്ക്ക്, അതായത് 50-ന് താഴെ മാക്സിമം നിങ്ങൾ എത്ര ഓടിക്കാൻ പറ്റും അത്ര ഓടിക്കുക. 50-ന് മുകളിൽ പോവാതിരിക്കാൻ നോക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയതായിട്ട് വരുന്ന ടൈറ്റ് ഫിറ്റിലുള്ള ഒരു എൻജിൻ, ഒരു പുതിയ വണ്ടിയിൽ വരുന്ന ടൈറ്റ് ഫിറ്റ് ആയിട്ടുള്ള ഒരു എൻജിന് നമ്മൾ പതുക്കെ അതിനെ ഒരു ക്യാരക്ടർ ബിൽഡ് ചെയ്ത് അതിനെ ഒരു പാകത്തിലേക്ക് കൊണ്ടുവരികയാണ്. നിങ്ങൾ ഈ സമയത്തിനുള്ളിൽ 60, 70 കൂടെ രീതിയിലാണ് 60, 70, 80-ന്റെ സ്പീഡിൽ ആണ് നിങ്ങൾ നിങ്ങളുടെ ബൈക്ക് റൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ടൂർ ചെയ്യുന്നതെങ്കിൽ മിക്കവാറും അതിനനുസരിച്ചുള്ള ബിഹേവിയർ ആയിരിക്കും പിന്നെ ആ എൻജിൻ കാണിക്കുന്നുണ്ടാവുക. ആ സമയത്ത് നിങ്ങൾക്ക് നല്ല മൈലേജ് കിട്ടുന്നതോ അങ്ങനെയൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് മൈലേജ് വേണമെങ്കിൽ ആദ്യത്തെ സർവീസിനുള്ളിൽ 50-ന് താഴെ ഓടിക്കുക. RPM, അതായത് 5th ഗിയറിൽ പോലും RPM 4000 താഴെ വേണം ഓടിക്കാൻ. അതിനുശേഷം സെക്കൻഡ്, അപ്പോൾ ഞാനും എൻ്റെ സുഹൃത്തും ബൈക്ക് എടുത്തതിന് ശേഷം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ സർവീസ് മാനേജർ ഞങ്ങളോട് പറഞ്ഞതുപോലെ 50 താഴെയാണ് ഞങ്ങൾ രണ്ടുപേരും ഓടിച്ചത്. അതിനുശേഷം ഫസ്റ്റ് സർവീസ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും ടെക്നീഷ്യനോട് ചോദിച്ചനുസരിച്ച് ടെക്നീഷ്യൻ ഞങ്ങളോട് പറഞ്ഞു, ഫസ്റ്റ് സർവീസ് കഴിഞ്ഞല്ലേ, ഇനിയും മുന്നോട്ടുള്ള റൈഡിലൊക്കെ നിങ്ങൾക്ക് 60, 70 എത്ര സ്പീഡ് വേണേലും എടുക്കാം, ഒരു ഇഷ്യൂവും ഇല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷെ ഞാനത് വണ്ടി ഓടിക്കുന്ന സമയത്ത് എനിക്ക് ഇപ്പോഴും എൻജിൻ നല്ല ടൈറ്റ് ഫിറ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഫസ്റ്റ് സർവീസിന് ശേഷം. അപ്പൊ ഞാൻ കുറച്ചും കൂടെ ഒരു ടൈം കൊടുക്കാം എന്ന് കരുതി ബൈക്കിനെ വീണ്ടും 45, 50, പിന്നെ ഇടയ്ക്ക് സെക്കൻഡ് സർവീസ് ആയപ്പോഴത്തേന് സെക്കൻഡ് സർവീസ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ 50 to 55 എന്നുള്ള റേഞ്ച് വരെ മാക്സിമം സ്പീഡ് പിടിക്കാൻ നോക്കിയത്. അതിനുശേഷം തേർഡ് സർവീസ് ആയപ്പോഴത്തേക്കാണ് 55 മുതൽ 60-ലേക്ക് ഞാൻ ഷിഫ്റ്റ് ആയത്. അപ്പൊ ഈ ഒരു കാലയളവിൽ എന്റെ മൈലേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ടി മേടിച്ച് ആദ്യത്തെ ഒരു മാസത്തിൽ എന്റെ മൈലേജ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 42
KMPH ആയിരുന്നു, KMPL ആയിരുന്നു എനിക്ക് മൈലേജ് കിട്ടിക്കൊണ്ടിരുന്നത്. സെക്കൻഡ് സർവീസ് ആയപ്പോഴത്തേന് 45 തേർഡ് ഫോർത്ത് ആയപ്പോഴത്തേന് 47 49. ഇപ്പോൾ ഫിഫ്ത്ത്, അതായത് ഏകദേശം 24,000 കിലോമീറ്റർ ഞാൻ ഈ ബൈക്കിൽ ട്രാവൽ ചെയ്തു. 24,000 മുകളിൽ. ഇപ്പോൾ എന്റെ ലാസ്റ്റ് സർവീസിന് ശേഷം എന്റെ മൈലേജ് ഓൺ ആൻഡ് ആവറേജ് എനിക്ക് കിട്ടുന്നത് 51-52 ആണ്. ഒന്ന് ഹെവി ട്രാഫിക്കിൽ നിന്നാണ് വണ്ടി ഓടിക്കുന്നതെങ്കിൽ എനിക്ക് നന്നായിട്ട് ചൂടാവുന്നുണ്ട്. അതുപോലെ തന്നെ മൈലേജ് കുറഞ്ഞ ഒരു 49 വരെയൊക്കെയാണ് പോകുന്നത്. മാക്സിമം ഏറ്റവും കുറവ് ഇപ്പോൾ മൈലേജ് കിട്ടുന്നത് 49 ആണ്. അപ്പൊ നിങ്ങൾ പുതിയതായിട്ട് TVS റോണിനോ മറ്റേത് ബൈക്ക് മേടിക്കുകയാണെങ്കിലും നിങ്ങൾ തുടക്കത്തിൽ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നിങ്ങൾക്ക് നല്ല മൈലേജ് ആണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് എങ്കിൽ. ക്ലിയർ? ഓക്കെ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ ബൈക്ക് ഏകദേശം ഇപ്പോ കഴിഞ്ഞ സർവീസിന്റെ സമയത്ത് ഭയങ്കരമായിട്ട് നോക്കിംഗ് സൗണ്ട് വരുന്നുണ്ട് എഞ്ചിൻ സൈഡിൽ നിന്ന്. അതുപോലെ തന്നെ എന്താണ് പറയുക, ഇടയ്ക്ക് വണ്ടി മിസ്സാവുന്നുണ്ട്. അതായത് ട്രാഫിക്കിലൊക്കെ സിഗ്നൽ വന്ന് നിൽക്കുന്ന സമയത്ത് വണ്ടി തന്നതാൻ ഓഫ്. പിന്നെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇച്ചിരി പ്രയാസപ്പെടണം. അപ്പൊ ഞാൻ എപ്പോഴും ഒരു സിഗ്നലിൽ വല്ലതും വണ്ടി നിർത്തുന്ന സമയത്ത് ഏറ്റവും സൈഡിൽ കൊണ്ടുപോയിട്ടാണ് വണ്ടി നിർത്തുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ വണ്ടി സ്റ്റാർട്ടാക്കാൻ പറ്റില്ലെങ്കിൽ ബാക്കി എല്ലാവരും കടന്ന് പൊക്കോട്ടെ എന്നുള്ള രീതിയിൽ. ചില സമയത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മിസ്സിങ് വരാറുണ്ടായിരുന്നു. അപ്പോ നല്ല പേടിച്ചിട്ടാണ് എപ്പോഴും ഞാൻ വണ്ടി ഓടിക്കുന്നത് ആ സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷെ ഇടയ്ക്ക് ഒരു യൂട്യൂബ് കമന്റർ എനിക്ക് കുറച്ച് ഐഡിയാസ് സജസ്റ്റ് ചെയ്തു. ഞാൻ ആ ഐഡിയാസ് പോയി സർവീസ് ടെക്നീഷ്യൻ, TVSന്റെ തന്നെ ടെക്നീഷ്യനോട് പോയി പറഞ്ഞ് അദ്ദേഹം അത് ചെക്ക് ചെയ്ത് സ്പാർക്ക് പ്ലഗും ബേൺ ഔട്ട് ആയി, അതിന്റെ അഡാപ്റ്ററും പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ 3 സാധനങ്ങൾ, ടാപ്പറ്റ് സ്ക്രൂ, അതുപോലെ തന്നെ സ്പാർക്ക് പ്ലഗിന്റെ അഡാപ്റ്ററും സ്പാർക്ക് പ്ലഗും കംപ്ലീറ്റ് മാറ്റിയതിനു ശേഷമാണ് എഞ്ചിന്റെ സൈഡിൽ നിന്നൊരു നോക്കിംഗ് സൗണ്ടും അതുപോലെ തന്നെ ഈ എഞ്ചിൻ മിസ്സിങ്ങിന്റെ ഇഷ്യൂവും ക്ലിയർ ആയത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മിക്കവാറും എഞ്ചിന്റെ ചെയിനും അതുപോലെ സ്പ്രോക്കറ്റ്സ് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് തന്നെയാണ് എപ്പോഴും ഓടിക്കുന്നത്. കാരണം അങ്ങനെ ചെയ്യാത്ത പക്ഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയിന്റെ സൈഡിൽ നിന്നും ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്തും നോയ്സ് അധികം ഉണ്ടാവാറുണ്ട്. അങ്ങനത്തെ ഒരു കാര്യം ശ്രദ്ധിച്ചത് കൊണ്ട് മാത്രം ഞാൻ അത് എപ്പോഴും ക്ലീൻ ചെയ്ത് അതെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങളും അത് ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ ചെയിൻ്റെ അവിടെ നിന്ന് ഒരു ക്ലിയർ ആയിട്ട് നോയ്സ് വരും, സ്പ്രോക്കറ്റ് നിങ്ങളുടെ വോണൗട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് 300 to 500 കിലോമീറ്റർ എത്തുമ്പോഴത്തേനും നിങ്ങൾ എഞ്ചിൻ ലൂബ് ചെയ്യുക, ക്ലീൻ ചെയ്യുക. അതിന് മുന്നേ വേണം, കാരണം ഇപ്പൊ നിങ്ങൾ നല്ല പൊടിയുള്ള സ്ഥലത്തോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്താണ് അധികം ട്രാവൽ ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് പൊടി കയറാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് അതിനനുസരിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ക്ലീൻ ചെയ്യുക. അപ്പൊ ഞാൻ ഏറ്റവും അഫോർഡബിൾ ആയിട്ട് എനിക്ക് ഇപ്പം കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ക്ലീൻ ചെയ്യാനുള്ള ഒരു ബ്രഷും അതുപോലെ WD-40 വെച്ചിട്ടാണ് ഞാൻ സാധാരണ എന്റെ ചെയിൻ ക്ലീൻ ചെയ്യുന്നത്. കംപ്ലീറ്റ് ക്ലീൻ ചെയ്തതിന് ശേഷം നല്ലൊരു ക്ലോത്ത് വെച്ചിട്ട് അത് വൈപ്പ് ചെയ്തെടുക്കാറുണ്ട്, തുടച്ച് എടുക്കാറുണ്ട്. അങ്ങനെയാണ് ഞാനിപ്പം ക്ലീൻ ചെയ്യുന്നത്. പിന്നെ ഇടയ്ക്ക് നന്നായി ഡ്രൈ ആയതിനു ശേഷം, അതായത് WD-40 കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം ഞാനിപ്പോ ഒരു 700 കിലോമീറ്റേഴ്സിന് വേണ്ടിയിട്ട് അത്രയും നാള് ആ ലൂബ് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പം കവാസാക്കിയുടെ ഒരു വൈറ്റ് സെറാമിക് ലൂബാണ് ചെയിനിന് വേണ്ടി ഇപ്പം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്തുനിന്ന് നല്ല റിസൾട്ടാണ് എനിക്ക്. കാരണം പെട്ടെന്ന് ഒരു മഴ വന്നാലോ അല്ലെങ്കിൽ പെട്ടെന്ന് വാഷ് ഔട്ട് ആയി പോകുന്ന രീതിയിലുള്ള ഒരു ലൂബ് അല്ല, കുറെ നാള് നിന്നോളും. എനിക്ക് 700-750 കിലോമീറ്ററിനുള്ളിൽ മാത്രം വീണ്ടും ക്ലീൻ ചെയ്ത് ലൂബ് ചെയ്യേണ്ട ആവശ്യം ഇപ്പോൾ വരുന്നുള്ളൂ. അപ്പൊ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ അത് ട്രൈ ചെയ്യാം. അല്ലെങ്കിൽ വേറെ റോളോണിന്റെ കമ്പനിയുടെ ലൂബ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന സുഹൃത്തുക്കളും എനിക്കുണ്ട്. അവരും റോളോണിനെ പറ്റി നല്ലൊരു, റോളോൺ എന്ന് പറയുന്ന ലൂബിനെ പറ്റി നല്ല അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷന്റെ താഴെ ഞങ്ങൾ ഇപ്പം പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു TVS റോണിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതിന്റെ നമ്പർ ഞാൻ തന്നേക്കാം, ലിങ്ക് തന്നേക്കാം. നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. മറ്റെന്തെങ്കിലും ഡൗട്ട് ഈ വണ്ടീനെ പറ്റിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിന് ഇത് റിലേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു സോ മച്ച്.